DreamBakes Delights പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ല ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജ് ബ്രൗണീസ് ആണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 150 ഗ്രാം മൈദയാണ്. 150 ഗ്രാം അഥവാ 1 കപ്പ് മൈദ. അതുപോലെ തന്നെ ബേക്കിംഗ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്ത് ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് 150 ഗ്രാം വരും, 1/4 കപ്പ്. ഇനി ഇത് നോർമൽ ഷുഗർ ആണ്. ഇത് 1/4 കപ്പ് 150 ഗ്രാം. നമുക്ക് ബട്ടർ വേണം, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ. അത് 1/4 കപ്പാണ്, 150 ഗ്രാം. ഇനി നമുക്ക് വേണ്ടത് ഇഷ്ടമുള്ള നട്ട്സ്. ഞാൻ എടുത്തേക്കുന്നത് ബദാമാണ്, ചോപ്ഡ് ബദാം. അതൊരു 1/2 കപ്പ്. ഇത് കൊക്കോ പൗഡറാണ്. കിങ്സ് എന്നൊരു ബ്രാൻഡാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. 4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 40 ഗ്രാം കൊക്കോ പൗഡർ. നമുക്കൊരു 3 എഗ്ഗ് വേണം, കുറച്ച് വാനില എസൻസും വേണം. ഇനി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റ് മെഷർമെന്റിൽ റെഡിയാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പാൻ നമ്മൾ റെഡിയാക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് എടുക്കുന്നത് ഒരു സ്ക്വയർ പാൻ. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് ബട്ടർ എടുത്തിട്ട് ഒന്ന് തൂത്ത് കൊടുക്കുന്നു. 4 സൈഡും നന്നായിട്ട് ബട്ടർ ചെയ്ത് ഈ ഭാഗത്തും കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഞാനൊരു ബേക്കിംഗ് ഷീറ്റ് ഇതിൽ വെക്കുകയാണ്. നമ്മുടെ പാൻ റെഡിയായി കഴിഞ്ഞു. ഇനി ഈ പാൻ റെഡിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് നമ്മുടെ കൊക്കോ പൗഡറും ഫ്ലോറും കൂടി ഒന്ന് ചേർത്ത് അരിച്ചെടുക്കണം. അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചോക്ലേറ്റും നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബട്ടറും കൂടെ ചേർത്ത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമുക്കിതിനെ മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ബട്ടറും ചോക്ലേറ്റും കൂടെ ഒരുമിച്ചാക്കുന്നു. അതിനുശേഷം ഒരു ഡബിൾ ബോയിലിംഗ് എന്ന് പറയുമ്പോൾ ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബൗൾ വെച്ചിട്ട് ഈ ബൗളിൻ്റെ അടിഭാഗം വാട്ടറിൽ ടച്ച് ചെയ്തിരുന്നത്. പിന്നെ ഞാനിവിടെ ഒരു ഫോർക്ക് ഇങ്ങനെ ഇടുന്നുണ്ട്. ഈ ബൗളിൽ വെച്ച് കംപ്ലീറ്റ് കവർ ചെയ്താൽ ചിലപ്പം വാട്ടർ ഇങ്ങനെ സ്പിൽ ചെയ്യും. ഇങ്ങനെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മൾ ഈ ബട്ടറും ഈ ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും കൂടെ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എഗ്ഗും ഷുഗറും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഷുഗർ ഈ ബൗളിലേക്ക് ആഡ് ചെയ്യുന്നു. സ്റ്റാൻഡ് മിക്സറിൻ്റെ പെഡൽ അറ്റാച്ച്മെൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആഡ് ചെയ്യുന്നു. 3 എഗ്ഗാണ് നമുക്ക് ടോട്ടൽ വേണ്ടത്. 1 by 1 ആയിട്ട് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യും. നമ്മൾ എഗ്ഗ് ഒരിക്കലും ഡയറക്റ്റ് ഈ ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാൻ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പം എഗ്ഗ് കേടായി പോകണമെങ്കിൽ നമ്മുടെ ഈ ഹോൾ ബാറ്റർ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുപോലെ ഇതിൻ്റെ എഗ് ഷെല്ലൊക്കെ ഇതിനകത്ത് വേണം എടുക്കാനൊക്കെ വലിയ പാടാണ്. അതുകൊണ്ട് എപ്പോഴും ഞാൻ ചെയ്യുന്നത് ഒരു ചെറിയ ബൗളിലേക്ക് എഗ്ഗ് ക്രാക്ക് ചെയ്യും. എന്നിട്ട് അത് നല്ലതാണെങ്കിൽ അത് ഷെല്ലൊന്നും വീണിട്ടില്ല എന്നൊക്കെ ഉണ്ടെന്ന് ഉറപ്പായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് മാറ്റുള്ളൂ. അതുപോലെ ആദ്യത്തെ എഗ്ഗ് നമ്മൾ ആഡ് ചെയ്തു. ഇത് 2ാമത്തെ എഗ്ഗാണ്. മൂന്നാമത്തെ എഗ്ഗ് കൂടെ ഞാൻ ആഡ് ചെയ്യാണ്. നമ്മുടെ എഗ്ഗും ഷുഗറും വാനില എസൻസും കൂടി നമ്മൾ അടിച്ചതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തണം. ഒരു 5-8 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ് അടിച്ചാലേ ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് വരുള്ളൂ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഈ എഗ് ബാറ്റർ ഈ ചോക്ലേറ്റുമായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ചൂടാണ്. അപ്പോൾ ഇതിനെ ടെമ്പർ ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു കുറച്ച് ബാറ്റർ, ഇത് ഫുള്ളല്ല, ഒരു 1/3 ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഈ ചോക്ലേറ്റിനെ ഒന്ന് ടെമ്പർ ചെയ്തെടുക്കാനാണ്. കാരണം രണ്ടിൻ്റെയും ടെമ്പറേച്ചർ ഏകദേശം ഒരുപോലെ ആക്കണം. ഒരിക്കലും ഈ ചോക്ലേറ്റ് നമ്മൾ ഡയറക്റ്റ് ഈ എഗ്ഗിലേക്ക് ആഡ് ചെയ്യരുത്. ഫസ്റ്റ് കുറച്ച് എഗ് ബാറ്റർ ഒഴിച്ചതിനെ ഒന്ന് ടെമ്പർ ചെയ്തതിന് ശേഷം മാത്രം ഇത് ആഡ് ചെയ്യുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ കൊക്കോ പൗഡറും മൈദയും കൂടെയുള്ള മിക്സ് കുറച്ച് ആഡ് ചെയ്യുക. അതിന്
അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്യാം. ബാറ്ററിലേക്ക് നമ്മളുടെ ഈ ബദാം, ചോപ്ഡ് ബദാം കുറച്ച് ആഡ് ചെയ്യുന്നു. കുറച്ച് ഞാൻ ബാക്കി വെക്കുന്നുണ്ട് മുകളിൽ ഇടാനായിട്ട്. നല്ല ഒരു ചോക്ലേറ്റി ബാറ്ററാണ്. നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പാനിലേക്ക് ഇതിനെ മാറ്റാം. അങ്ങനെ കുറച്ച് ടാപ്പ് ചെയ്യാം. ഇതിന് മുകളിൽ കുറച്ച് നട്ട്സ് നമ്മളിത് ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിലാണ്. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ. എൻ്റെ ഓവൻ ഓട്ടോമാറ്റിക് പ്രീ ഹീറ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം ഓവനിലേക്ക് വെച്ചിട്ട് ഒരു 25 തൊട്ട് 30 മിനിറ്റ് മതി ഇത് ബേക്ക് ആയി കിട്ടും. അപ്പോൾ ഞാനിത് വെക്കാൻ പോകണം. അപ്പോൾ നമ്മളുടെ ബ്രൗണി റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രൗണിയാണ്. നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെയോ ഹോട്ട് ചോക്ലേറ്റിൻ്റെ കൂടെയോ ഒക്കെ ഇത് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഇനിയും വരും. എല്ലാവർക്കും നന്ദി.